ഞാൻ റാണി രജനി, സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറുമാണ്. ദാമ്പത്യ പ്രശ്നങ്ങളുമായിട്ട് പല ആൾക്കാരും എന്നെ സമീപിക്കാറുണ്ട്. പ്രത്യേകിച്ച് പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷമൊക്കെ ആയി കാണും. സ്വാഭാവികമായിട്ടും വീട്ടിൽ ഉള്ള മറ്റുള്ള ആൾക്കാരുമായിട്ട്, അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രശ്നം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി അമ്മയോ അമ്മായി അച്ഛനോ ഒക്കെ വധുവിനെയോ വരനെയോ ഒക്കെ അധിക്ഷേപിച്ച് സംസാരിക്കുക, ചീത്ത വിളിക്കുക, മാത്രമല്ല ചിലപ്പോൾ ഇൻസൾട്ടൊക്കെ ചെയ്യും ഇരു വീട്ടുകാരെ. അതൊക്കെ വധുവിൻ്റെയും വരൻ്റെയും മനസ്സിലേൽക്കുന്ന വലിയ മുറിവുകളാണ്. അപ്പം നമ്മൾ ഈ കൗൺസിലിംഗ് സെഷനിലെ വധുവിനെയും വരനെയൊക്കെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ആവശ്യപ്പെടാറുണ്ട്, വരൻ്റെ വീട്ടുകാരും ഒന്ന് വരണം, വധുവിൻ്റെ വീട്ടുകാരും വരണം. കാര്യം നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടായാലേ അവിടുത്തെ കുട്ടികൾക്കും നല്ല മാനസിക ആരോഗ്യവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ വധുവിൻ്റെയോ വരൻ്റെയോ ആരെങ്കിലും ഒരാളുടെ വീട്ടുകാർ വരാൻ തയ്യാറാവുകയും മറ്റു വീട്ടുകാർ വരത്തുമില്ല. അപ്പോൾ വരാത്ത വീട്ടുകാരുടെ അടുത്ത് എനിക്കിതേ പറയാനായിട്ടുള്ളൂ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻസൾട്ടും ചീത്തവിളിയും ഒക്കെ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ പിന്നെയും പ്രശ്നങ്ങളായിട്ട് ഉദിച്ചു വരാം. സ്വാഭാവികമായിട്ട് നമുക്ക് ആ കൗൺസിലിംഗ് സെഷനിൽ തന്നെ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാരുടെ അടുത്ത് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മടിയുമില്ലാതെ നിങ്ങൾ കാണാൻ ചെല്ലണം. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളും നമ്മളും ഞങ്ങളും എല്ലാം കൂടെ ആവുന്ന സമയത്തെ നല്ലൊരു കുടുംബം ഉണ്ടാവുള്ളൂ. നമുക്ക് ആത്മഹത്യകൾ കുറയ്ക്കാൻ പറ്റും. നല്ല മാനസിക ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായി വളർന്നു വരും. അതുകൊണ്ട് ഒരു മടിയുമില്ലാതെ തന്നെ തീർച്ചയായിട്ടും വരൻ്റെയും വധുവിൻ്റെയൊക്കെ പാരൻസിനെ കാണാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആവശ്യപ്പെട്ടു.